ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നന്നായിട്ട് തന്നെ ചൂടായതിനു ശേഷം ഒരു സവാള കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1/2 ക്യാപ്സിക്കം കട്ട് ചെയ്ത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ, 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് പച്ചമണം മാറുന്നത് പോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേബേജ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേബേജ് ഒരുപാട് കുക്കായി പോവേണ്ടതില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 4 മുട്ട പുഴുങ്ങിയിട്ട് നന്നായിട്ട് തന്നെ ഉടച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു കക്കിരി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. ഇത് നമുക്കില്ലെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ ഇതിലോട്ടേക്ക് നമുക്ക് മയോണൈസ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ സാൻഡ്വിച്ചിലോട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിന് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിലോട്ട് നമുക്ക് ഈ മസാലയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 ബ്രെഡിലാണ് ചെയ്തെടുക്കുന്നത്. ഒരു ബ്രെഡ് വെച്ച് അതിലോട്ടേക്ക് മസാല നിറച്ച് ഇതിൻ്റെ മുകളിലോട്ട് ഒരു ബ്രെഡ് കൂടി വെച്ച് കൊടുക്കാം. ഇതുപോലെ നമുക്കെല്ലാം തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ഞാനെല്ലാം തന്നെ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു തവയിലോട്ട് കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് ഇതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് തന്നെ ആയിക്കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ബ്രെഡൊക്കെ നന്നായിട്ട് തന്നെ മൊരിഞ്ഞ് വന്നാൽ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം തന്നെ നമുക്കിതുപോലെ ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.